MLA-മാർ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നതിൽ ശേഷിക്കുന്നത് 3 പേർ മാത്രമാണ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത്. 2019-ൽ സമാനമായ രീതിയിൽ 11 പേർ BJP പാളയത്തിലേക്ക് പോയി. അന്നും സംഘത്തെ നയിച്ചത് ഒരു പ്രതിപക്ഷ നേതാവാണ്. ഇങ്ങനെയാണ് ഗോവയിലെ രാഷ്ട്രീയം. കൂറുമാറ്റത്തിന് സംസ്ഥാനത്തിന്റെ പ്രായത്തോളം തന്നെ പഴക്കമുണ്ട്. ഗോമന്തക് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയതും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയതുമടക്കം എത്രയെത്ര സംഭവങ്ങൾ. ഗോവയുടെ രാഷ്ട്രീയ ബോധം മനസ്സിലായെങ്കിൽ നമുക്ക് ലോക്സഭാ ചിത്രത്തിലേക്ക് വരാം. വടക്കൻ ഗോവ, തെക്കൻ ഗോവ, 2 മണ്ഡലങ്ങളുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് ഗോവ. വടക്കൻ ഗോവയിൽ BJP-യുടെ കൃത്യമായ ആധിപത്യമുണ്ട്. തെക്കൻ ഗോവയിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കോൺഗ്രസും പഴയ പടക്കുതിരിയായിരുന്ന മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയും മാറി മാറി ജയിച്ചു വന്ന മണ്ഡലമായിരുന്നു പഞ്ചിങ് ലോക്സഭാ മണ്ഡലം, അതായത് ഇപ്പോഴത്തെ വടക്കൻ ഗോവ മണ്ഡലം. 1999-ൽ ശ്രീപത് നായിക് എന്നയാൾ BJP-ക്കായി സീറ്റ് പിടിച്ചു. പിന്നെ ഇതുവരെ BJP സീറ്റ് വിട്ടുകൊടുത്തിട്ടില്ല ശ്രീപത് നായിക്കും. 6ാം അംഗത്തിനാണ് ശ്രീപത് നായിക് എന്ന കേന്ദ്ര സഹമന്ത്രി ഇത്തവണ ഇറങ്ങുന്നത്. തെക്കൻ ഗോവയിൽ കോൺഗ്രസിന് മേൽക്കൈയുണ്ട്, പക്ഷേ അതത്ര അരക്കിട്ടുറപ്പിക്കാനായിട്ടില്ല. കോൺഗ്രസിന് സിറ്റിംഗ് MP ഫ്രാൻസിസ്കോ സാർദിനയ്ക്ക് മണ്ഡലത്തിൽ നല്ല വേരോട്ടമുണ്ട്. 1998 മുതൽ മത്സരിച്ച് 4 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം കോൺഗ്രസ് MP-യായി ലോക്സഭയിലേക്ക് എത്തി. സാർദിനയുടെ അഭാവത്തിലൊക്കെ കോൺഗ്രസ് തോൽവി അറിഞ്ഞു. കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്ന തെക്കൻ ഗോവയിൽ ആകെ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ ഇന്ന് അവശേഷിക്കുന്നത് 2 കോൺഗ്രസ് MLA-മാർ മാത്രം. കൂറുമാറിപ്പോയ MLA-മാർക്കൊപ്പം വോട്ട് ബാങ്കും ചോർന്നെങ്കിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും. ഇനി അതല്ലെങ്കിൽ പ്രതീക്ഷയും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.